ലൈംഗികാരോപണ കേസിൽ ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷയിലെ ആരോപണങ്ങൾ തള്ളുന്നതാണ് യുവതിയുടെ മൊഴി. 2024 ഓഗസ്റ്റ് 22-ന് വിവാഹിതയായ യുവതി 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞു. പിന്നീട് 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി പരിചയപ്പെട്ടത് എന്നുമാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ ഭർത്താവുള്ളപ്പോഴാണ് ബന്ധം എന്നാണ് രാഹുലിന്റെ വാദം. യുവതി വിവാഹിതയായിരുന്നുവെന്ന് അറിയാമായിരുന്നതായും ശബ്ദരേഖ തന്റേത് എന്നും രാഹുൽ സമ്മതിക്കുന്നുമുണ്ട്. യുവതി ഗർഭഛിദ്രത്തിന് വിധേയയായി എന്നും അത് നിർബന്ധത്തിന് വഴങ്ങിയല്ല എന്നുമാണ് രാഹുൽ പറയുന്നത്. ഡിജിറ്റൽ രേഖകൾ അടക്കം 9 തെളിവുകൾ രാഹുലും കൈമാറിയതായാണ് വിവരം. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചുള്ള കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തെ വി.ഡി. സതീശനും സണ്ണി ജോസഫും തള്ളിക്കളഞ്ഞു. ചെറുപ്പക്കാർ വളരുന്നതിൽ CPIM-ന് ഭീതി എന്നും ചവിട്ടിയരച്ച് കുലം ഒടുക്കാനാണ് ലക്ഷ്യം എന്നുമാണ് മുഖപ്രസംഗം. CPIM ഗൂഢാലോചനയിലെ അവസാനത്തെ കണ്ണിയാണ് രാഹുലെന്നും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നും വീക്ഷണം പറയുന്നു. രാഹുലിന് എതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിൽ നിന്നും പാർട്ടിക്കുള്ളിലെ ആശയക്കുഴപ്പം വ്യക്തമാണ്. രാഹുലിന് എതിരായ പരാതി സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള CPIM നീക്കമാണ് എന്നുമാണ് BJP ആക്ഷേപിക്കുന്നത്. അതേസമയം രാഹുലിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്ക് നേരെ കനത്ത സൈബർ ആക്രമണം തുടരുകയാണ്. ഇരയുടേത് എന്ന തരത്തിൽ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ. പ്രൈം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.